മക്കളെ, ഇന്ന് നമ്മൾ നമ്മുടെ ബയോളജീൻ്റെ 8ാം ക്ലാസ്സിലെ ബയോളജീൻ്റെ യൂണിറ്റ് 7 നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം എന്ന പാഠഭാഗമാണ് നോക്കുന്നത്. മണ്ണിലിറങ്ങി പണിയെടുക്കുന്നതിൻ്റെ സന്തോഷത്തെക്കുറിച്ചും കൃഷി നൽകുന്ന വലിയൊരു സംതൃപ്തിയെക്കുറിച്ചുമാണ് ഈ പാഠഭാഗം നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്കിവിടെയുള്ള ചിത്രത്തിലേക്ക് നോക്കാം. ഓക്കെ, ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ചിങ്ങം 1 ചിങ്ങം 1 നമ്മൾ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. കർഷക ദിനത്തോടനുബന്ധിച്ച് നടന്ന ഒരു പുരസ്കാര വിതരണ ചടങ്ങാണ്. ഗുണമേന്മയുള്ള പച്ചക്കറികൾ കുറഞ്ഞ ചിലവിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്ന മിടുക്കനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇത്തരം പുരസ്കാരങ്ങൾ നൽകുന്നതിലൂടെ സർക്കാർ എന്താണ് ലക്ഷ്യമിടുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കൃഷിയിലേക്കും മണ്ണിലേക്കും ഇറങ്ങാൻ വരും തലമുറയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം. ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ട്? ഒരു കൊച്ചു കർഷകന്റെ അനുഭവക്കുറിപ്പും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ പുരസ്കാരം ലഭിച്ച വിദ്യാർത്ഥി തന്റെ കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. കൃഷി തുടങ്ങിയത് എങ്ങനെ? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് കൃഷിത്തോട്ടം സന്ദർശിച്ചാണ് അവന് കൃഷിയോട് താല്പര്യമുണ്ടാവാൻ കാരണം. കൃഷിയിടം തന്റെ വീടിന് ചുറ്റുമുള്ള 18 സെന്റ് പുരയിടത്തിലാണ് അവൻ കൃഷി ചെയ്യുന്നത്. അവന്റെ അച്ഛൻ ഒരു പോലീസുകാരനാണ്. കൃഷി രീതി എന്താണ്? വിദഗ്ധരുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ചും സ്ഥലപരിമിതി നോക്കിയും കൃത്യമായി പ്ലാൻ ചെയ്തുമാണ് അവൻ കൃഷി ചെയ്യുന്നത്. എന്തൊക്കെയാണ് കൃഷി ചെയ്തത്? പയറുണ്ട്, പാവലുണ്ട്, വഴുതനയുണ്ട്, വെണ്ട, കോവക്ക, ചീര, പച്ചമുളക്, തക്കാളി എന്നിങ്ങനെ വൈവിധ്യമാർന്ന പച്ചക്കറികൾ ആ കുട്ടി വളർത്തിയിരുന്നു. ഇതിൻ്റെയൊക്കെ പ്രയോജനങ്ങൾ എന്തെല്ലാം? വീട്ടിലെ ആവശ്യത്തിന് നമുക്ക് പച്ചക്കറി കിട്ടും. ബാക്കി വരുന്ന പച്ചക്കറി വിൽക്കും. എന്നിട്ട് 2000ഓളം രൂപ വരുമാനം നേടാൻ സാധിച്ചു. ഓക്കെ, എന്തൊക്കെ പിന്തുണ കിട്ടിയിട്ടുണ്ട്? കൃഷിഭവൻ, ഗ്രാമപഞ്ചായത്ത്, കൃഷി സഹകരണ സംഘങ്ങൾ എന്നിവരുടെ വലിയ പിന്തുണ അവന് ലഭിച്ചിട്ടുണ്ട്. ഓൺലൈൻ സേവനങ്ങളും അവൻ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ സുഹൃത്തിന്റെ വിജയഗാഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളിൽ എത്ര പേർക്ക് വീട്ടിൽ ഇതുപോലെ ഒരു ചെറിയ തോട്ടം ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട്? ഓക്കെ, എന്ത് ചെയ്യണം? നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ ഇതുപോലെ കൃഷിയിൽ താല്പര്യമുള്ള ഒരാളെ കണ്ടെത്തി അവരുമായി ഒരു ചെറിയ ഇന്റർവ്യൂ നടത്തണം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം, മണ്ണിന്റെ പ്രത്യേകത, ഓരോ വിത്തും ഏത് സമയങ്ങളിലാണ് നടേണ്ടത്, അതിനെപ്പറ്റി എല്ലാം അവർ പറഞ്ഞു തരും. എന്നിട്ട് നമുക്കും ഒരു കുട്ടി കർഷകരാകാം. ഓക്കെ, ഇനി എന്താണ്? അടുത്ത പേജ് നോക്കൂ. അതിലെന്താണ് പറയുന്നത്? ടപ്പിയോക്ക പീലിങ്ങിന് പേറ്റന്റ് നേടി വിദ്യാർത്ഥി. എന്താണ്? മരച്ചീനി ഇല്ലേ നമ്മുടെ ചില നാട്ടിൽ കിഴങ്ങെന്ന് പറയും, ചില നാട്ടിൽ കപ്പ എന്ന് പറയും, മരച്ചീനി എന്നും പറയും. മരച്ചീനി തൊലി കളയാൻ സഹായിക്കുന്ന ഒരു യന്ത്രം വികസിപ്പിച്ചെടുത്ത ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ്? സാധാരണ നമ്മൾ കൈകൊണ്ട് മരച്ചീനി തൊലി കളയുന്നത് വളരെ അധ്വാനമുള്ള ജോലിയാണല്ലോ. എന്നാൽ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ആ ജോലി എളുപ്പമാക്കാൻ ഒരു യന്ത്രം നിർമ്മിച്ചതിലൂടെ ആ കുട്ടി ഒരു ലിറ്റിൽ സയന്റിസ്റ്റായി മാറി. ശാസ്ത്രം നമ്മുടെ ദൈനംദിന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉള്ളതാണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. ഇനി വാഴയിലയിലെ വിജയം. വാഴക്കുലകൾക്ക് വില കുറഞ്ഞപ്പോൾ തളരാതെ വാഴയില വിപണനം ചെയ്ത് വിജയിച്ച ഒരു ബിരുദധാരിയായ യുവാവിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? കൃഷിയിൽ ഒരു ഉൽപ്പന്നത്തിന് വില കുറഞ്ഞു കഴിഞ്ഞാൽ തകർന്നു പോകാൻ പാടില്ല. നമ്മൾ വാഴക്കുലയ്ക്ക് പകരം വാഴയില വിൽക്കാം എന്ന പുതിയ ചിന്തയാണ് ഇദ്ദേഹത്തെ രക്ഷിച്ചത്. വിപണിയുടെ സാഹചര്യം അനുസരിച്ച് മാറാൻ കർഷകർ തയ്യാറാകണം. അടുത്തത് വിദ്യാർത്ഥിനിയുടെ ഇലക്കറിക്കട. പോഷക ഗുണമുള്ള ഇലക്കറികൾ വിൽക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി വിജയിച്ച കോളേജ് വിദ്യാർത്ഥിനി. നമ്മുടെ ചുറ്റുമുള്ള ഇലക്കറികൾ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഈ സാധ്യത ഉപയോഗപ്പെടുത്തി ഒരു ബിസിനസ് തുടങ്ങിയപ്പോൾ പഠനത്തോടൊപ്പം വരുമാനവും നേടാൻ ആ കുട്ടിക്ക് കഴിഞ്ഞു. നല്ല ഭക്ഷണശീലം പ്രചരിപ്പിക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇനി മഞ്ഞൾ കൃഷിയിലൂടെ സംരംഭകനായി. എന്താണ്? മഞ്ഞളിന് വില കുറഞ്ഞപ്പോൾ അത് ഉണക്കി പൊടിച്ച് മറ്റു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് എന്ന് പറയും, ഉണ്ടാക്കി വിജയിച്ച കർഷകനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. എന്താണ്? വിളവെടുക്കുന്ന സാധനം അതേപോലെ വിൽക്കുന്നതിനേക്കാൾ ലാഭം അത് പ്രോസസ് ചെയ്ത്, ഉദാഹരണത്തിന് മഞ്ഞൾ പൊടിയാക്കിയിട്ട് മാറ്റിയിട്ട് വിൽക്കുന്നതിലൂടെ കിട്ടും. ഇതാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നം എന്ന് പറയുന്നത്. പിന്നെ 5ാമത്തെ എന്താ പറഞ്ഞത്? ഗന്ധകശാലയ്ക്ക് പുതിയ ബ്രാൻഡ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഔഷധ ഗുണമുള്ള ഗന്ധകശാല നെല്ലിനം കൃഷി ചെയ്ത് സ്വന്തം ബ്രാൻഡിൽ വിപണിയിൽ എത്തിച്ച യുവാക്കൾ. എന്താണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമ്മുടെ നാട്ടിലെ തനത് വിത്തിനങ്ങളെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അവയ്ക്ക് വിപണിയിൽ നല്ല ഡിമാൻഡുണ്ട്. കൃഷിയെ ഒരു പ്രൊഫഷണൽ രീതിയിൽ സമീപിച്ചാൽ വലിയ വിജയം നമുക്ക് നേടാൻ പറ്റും. ഇത്രയാണ് ഈ ഭാഗങ്ങളിൽ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് മനസ്സിലായോ?